എന്താ മോളെ അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞത്? എന്താ മോളെ, എന്തായാലും പറയ്. അത് അച്ഛാ, ഞാൻ പറയുന്നത് കൊണ്ട് അച്ഛന് വിഷമൊന്നും വിചാരിക്കരുത്. എന്നോട് ദേഷ്യം തോന്നുകയും ചെയ്യരുത്. എന്തിനാ ഈ മുഖൂര? എന്തായാലും പറയ്. അച്ഛന് പഞ്ചരത്നത്തില് ജോലി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? വേറൊന്നും കൊണ്ടല്ല, അവിടെ ഉള്ളവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. അമൃതേച്ചിയാണെങ്കിൽ അഭിയേട്ടനെ കല്യാണം കഴിക്കാനിരിക്കുക. പക്ഷേ അതൊരു ഹോട്ടലല്ലേ? ഹോട്ടലിലെ ജോലി എന്നൊക്കെ പറഞ്ഞ ഹോട്ടൽ ജോലിക്ക് എന്താ മോളെ പ്രശ്നം? ജോലി മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും അച്ഛൻ അങ്ങനൊരു ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് പഞ്ചരത്നത്തില് ഊണ് കഴിക്കാൻ പോവാറുണ്ട്. അതില് 1-2 പേർക്ക് അച്ഛനെ അറിയാം. അവരവിടെ വരുമ്പോ അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നത് കണ്ടാ അത് മോശമല്ലേ? പുതിയ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ നാട്ടിലില്ല, പുറത്ത് ജോലി ചെയ്യാന്നൊക്കെയാ. അച്ഛൻ അവിടെ ഹോട്ടൽ ജോലി ചെയ്യാണെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ? എനിക്ക് മനസ്സിലായി മോളെ. മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ അവിടെ ചെന്നത്. അഭിമന്യു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അത് നടത്തുന്നതെന്നും അവളെ ഉപദ്രവിക്കാൻ കലാവതി ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ സഹായിക്കണമെന്ന് പറഞ്ഞ ചന്ദ്രൻ സാറാ എന്നെ അങ്ങോട്ട് അയച്ചത്. പിന്നെ അവിടെ സ്ഥിരമായപ്പോ അവരോടൊക്കെ വലിയ അടുപ്പം തോന്നി, അമൃതമോളോടും അനിയത്തിമാരോടും ഒക്കെ. അങ്ങനെ അവിടെ നിന്ന് പോയതാ ഞാൻ. മോക്കറിയാലോ, അച്ഛനാരുമില്ല. അഭിമന്യുവിന് എന്നെ കാണുന്നതേ കലിയ. ഭാരതിക്കും എന്നെ ഇഷ്ടമല്ല. ആകെ ഒരു ഇത്തിരി സ്നേഹം എന്നോട് കാണിക്കുന്നത് നീയാ. പക്ഷേ അതും പരസ്യമായി പറ്റില്ലല്ലോ. ഇങ്ങനെ ഒളിഞ്ഞും പതുങ്ങിയൊക്കെ വേണ്ടേ? മോളെ, സ്നേഹിക്കാൻ ആരുമില്ലാതെ പോയാൽ പിന്നെ ജീവിതം നരകമാ. ആ നരകത്തിൽ 10-12 കൊല്ലം വെന്തുരുകി കഴിഞ്ഞതായി ഈ അച്ഛൻ. യാദൃച്ഛികമായിട്ടാണെങ്കിലും പിന്നീട് പഞ്ചരത്നത്തിൽ എത്തിപ്പെട്ടപ്പോൾ അവരൊക്കെ തന്നത് കുന്നോളം സ്നേഹ, ആവോളം കരുതല. മനസ്സ് കുളിർന്നപ്പോൾ പിന്നെ അവിടം വിട്ടുപോകാൻ തോന്നിയില്ല. ജീവിതത്തിൽ ആദ്യമായി സന്തോഷം എന്താണെന്ന് അറിഞ്ഞപ്പോ പഞ്ചരക്തം സ്വന്തമായി തോന്നി. അച്ഛാ, എനിക്കറിയാം അച്ഛന് പഞ്ചരത്നത്തിൽ നിന്ന് പോവാൻ പ്രയാസമായിരിക്കും. ഞാൻ നിർബന്ധിക്കുകയല്ല. നിർബന്ധിക്കണം. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മകൾക്ക് ചെയ്യേണ്ടതൊന്നും ഞാൻ ചെയ്തില്ല. ഇപ്പോൾ നിനക്ക് പിന്നെയും നാണക്കേടുണ്ടാക്കുന്ന ജോലിയും. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണമല്ലോ. അച്ഛൻ അവിടുന്ന് പോകാൻ മോളെ. അച്ഛാ, ഇത് പറഞ്ഞതിന്റെ പേരിൽ മോളോട് എനിക്കൊരു ദേഷ്യമില്ല, സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ തന്നെ നീ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്റെ മോക്ക് കൂട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി നടക്കണ്ടേ? അതിന് ഇങ്ങനെ ഒരു അച്ഛൻ അടുത്തുണ്ടാവാതിരിക്കുന്നതാ നല്ലത്. അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നേ? എവിടെ പോവും? ദൂരെയൊന്നും പോവല്ലേ അച്ഛാ? എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയോ? മിണ്ടണമെന്ന് തോന്നിയോ? അങ്ങനെയൊക്കെ പോവോ അച്ഛൻ? വിളിപ്പുറത്തുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാ മതി. ദൂരെ എങ്ങും പോവില്ല അച്ഛൻ. സങ്കടപ്പെടുത്തിയോ ഞാൻ? ജീവിതം മുഴുവൻ മകളെ സങ്കടപ്പെടുത്തിയ അച്ഛനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.